ഹായ് ഫ്രണ്ട്സ് ആടെ ചുഞ്ചുരു കണ്ട തുടക്കത്തിലെ അവൻ എൻ്റെ മുടി ചുഞ്ചുരു മിണ്ടൂലട്ടമ്മ വന്നേ കുറുമ്പനാണ് ഗൈസ് ഇവൻ. അപ്പം ഞങ്ങൾ ഇന്ന് ചുഞ്ചുരുന്ന് അങ്ങനാടിയിലൊന്നും പോയിട്ടില്ല കേട്ടോ. ചുഞ്ചുരുവിന് ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ എണീറ്റു നേരത്തെ, പക്ഷേ എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര മഴയായ കാരണം വിടാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ സ്കൂട്ടിക്കാണ് പോവുക. അപ്പോൾ സ്കൂട്ടിക്ക് പോകുമ്പോൾ കോട്ടില്ല, കോട്ട് മേടിക്കണം. അപ്പോൾ ചുഞ്ചുരു കോട്ട് മേടിക്കണ്ടേ? അവന് കോട്ട് വേണ്ടാന്ന് പറയണതിന് കാരണം കോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അവൻ അങ്ങനെ അവിടെ വിടുന്നവന് അറിയാം. അതുകൊണ്ടാണ് അവൻ കൊള്ളൻ പറയണേ. അപ്പൊ നമുക്കിന്ന് മാളയ്ക്ക് പോണം. പിന്നെ മാർക്കറ്റിലോ മാങ്കാപ്പിളിയോ? ആപ്പിളി എന്ന് പറയുന്നത് ഐസ്ക്രീമിനാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അച്ഛൻ ഇവന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത് ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പൊ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആ ഐസ്ക്രീം ഇവന് ഭയങ്കര ഇഷ്ടമായി. മാംഗോൻ്റെ ഫ്ലേവർ ആയിരുന്നു, അൽഫോൺസ അമൂലിൻ്റെ. അപ്പം അത് ഞാൻ കുറേ കടകളിൽ ചോദിച്ചു, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നിപ്പോൾ വീണ്ടും വേണം എന്നറിയാം. അപ്പോൾ അത് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു അത് ആ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണേന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നലെ മാളയ്ക്ക് പോയപ്പോൾ മിക്ക കടയിലും ചോദിച്ചു. മാളയിലെ എല്ലാ കടയിലും ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഒരു കടയിലും അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വാങ്ങിച്ചു കൊടുക്കണം, എന്തായാലും വാങ്ങിച്ചു കൊടുക്കണം. മഴയാണ്, ഇനി വല്ല പനി വരുമെന്നൊന്നും അറിയില്ല. പക്ഷെ ആള് സമ്മതിക്കണില്ല, ആൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ മാളയ്ക്ക് പോവാണ്. മാളയ്ക്ക് പോയിട്ട് കോട്ട് മേടിക്കണം. മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് കോട്ടാണ്. വാതിലടച്ചെന്തേ? അപ്പോൾ കോട്ട് മേടിക്കണം. എന്തുന്നാ പിന്നെ ചുഞ്ചുരുവിന് കുറച്ച് ഡ്രസ്സ് മേടിക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ അംഗനവാടിയിൽ ഇട്ടിട്ട് പോകാനേ. പക്ഷെ ഞാൻ ഓൺലൈൻ നോക്കിയപ്പം മോൽക്കുട്ടി ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ പിക്ചറൊക്കെ ഉള്ള ഡ്രസ്സാണ് ഇഷ്ടം, ഇങ്ങനെ ഓരോ പിക്ചറൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനത്തെ ബനിയനുകൾ കിരിപ്പുണ്ട്, ട്രൗസറുള്ളൂ. പക്ഷെ ഈ മഴക്കാലത്ത് കയ്യിലാത്തിട്ടുണ്ടോ കഴിഞ്ഞാൽ ചിലപ്പോൾ തണുക്കാൻ ചാൻസ് ഉണ്ട്. സൗസർ കാണിച്ചു കൊടുക്കാം. ബനിയൽ എന്നാ പറയാ. അപ്പം ചുഞ്ചുരുവിന് ഞാൻ ബനിയനൊക്കെ ഇങ്ങനത്തെ കുറേ ഇരിപ്പുണ്ട്. പക്ഷെ ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തണുക്കും. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ളതായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്, മഴക്കാലത്ത് കട്ടിയുള്ളതല്ല നല്ലത്. അപ്പോൾ കുറച്ച് ബനിയനുകൾ നോക്കണം. ഞാനിപ്പോൾ ഓൺലൈനിൽ ഒന്നിരുന്ന ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു 6 ദിവസമൊക്കെ പിടിക്കായിരിക്കും വരും. അപ്പം അത് ഞാൻ സെറ്റായിട്ട് ഷർട്ടും പാൻറ്റും ആയിട്ടുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്, ബനിയൻ സെറ്റ് തന്നെ. അപ്പോൾ അത് ഇനി വന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ബാക്കി ഓർഡർ ചെയ്യുള്ളൂ. 2 ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എങ്ങനെയുണ്ട് നോക്കിയിട്ട് ബാക്കി ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ കടയിലും ജസ്റ്റ് ഒന്ന് നോക്കണം, നല്ലതൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കണം. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി കുളിയൊക്കെ കഴിഞ്ഞിട്ട്. ചേട്ടൻ ഇതേവരെ കടയിൽ നിന്ന് വന്നിട്ടില്ല. ചേട്ടൻ വണ്ടിയുടെ പേപ്പർ ശരിയാക്കാൻ പോയിക്കാണ്. അപ്പം അതിന് പോയിക്കാണ്. അപ്പോൾ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെറ്റുന്ന ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞു. ചുഞ്ചുരുവിന് ഇതാ കൊടുത്തത്, മൈദ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെമ്മീൻ റോസ്റ്റാണ് കൊടുത്തത്. അപ്പം അവനത് മതി എന്ന് പറഞ്ഞു. ഞാനും അതന്നെ കഴിച്ചു. പിന്നെ ഫുഡ് ഇനി ചോറ് വിശപ്പാവണില്ല, അത് കഴിച്ചു തരണം. ഇതായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത്, ചെമ്മീൻ റോസ്റ്റും ദോശയും. അപ്പം ചേട്ടൻ വന്നിട്ട് വേണം പോകാൻ. മഴയൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകാമെന്ന് വെച്ചപ്പോൾ ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് റെഡിയായിട്ട് നിൽക്കും. വന്നാൽ അപ്പം തന്നെ പോവും. അങ്ങനെ ചുഞ്ചുരു അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കളിച്ചിരിക്കുകയാണ്, എന്തോ കാണിച്ചിരിക്കുന്നുണ്ട് റൂമിൽ. പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പോവാനായിട്ട് റെഡി ആയിട്ട് ചുഞ്ചുരു ഉണ്ട് കേട്ടോ. ചുഞ്ചുരു ചെരുപ്പിടാണ്. അപ്പോൾ നമ്മൾ ഇതേ ഇറങ്ങാണ്. ബാ. ആദ്യം തന്നെ നമുക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്തും കൂടി പോകണമായിരുന്നു. നമ്മൾ അങ്ങോട്ടാണ് ആദ്യം തന്നെ പോയത്. അതിന് ശേഷമാണ് നമ്മൾ മാളയിലോട്ട് പോയത്. മാളയിൽ നമ്മൾ എന്നും വയ്ക്കാറുള്ള സ്ഥലത്ത് നമ്മുടെ സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നാണ് കേട്ടോ പോണേ. എനിക്ക് പേടിയാണ് റോഡ് സൈഡിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കൊച്ചിനെയും കൊണ്ട് കടയിലൊക്കെ കയറുന്നത്. പിന്നെ ഇതിനിടയിൽ വേറെ വണ്ടികൾ വന്നാൽ എനിക്ക് പെട്ടെന്ന് പേടിയാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ ആക്സിലേറ്ററൊക്കെ തന്നെ കൂട്ടി എനിക്ക് പെട്ടെന്ന് പേടിയാവും. അപ്പം ഞങ്ങൾ എന്നും ഇവിടെ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ കടകളിലോട്ട് പോവാറ്. അഭിയേട്ടനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് അല്ലെങ്കിൽ കടയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ ഇവിടെ പാർക്ക് ചെയ്താണ് കേട്ടോ പോകും. അപ്പോൾ ഞാനും ചുഞ്ചുരു ബേബി നടന്നു പോവാണ്. ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല. മഴ ഉണ്ടെങ്കിൽ ഞാനും ചുഞ്ചുരു ബേബിയും പെട്ടതിനൊരു കുട പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറന്നുപോയി കുട എടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ കടയിലോട്ട് പോവാണ് കേട്ടോ. സിറ്റി എന്നാണ് കടയുടെ പേര്. നമ്മൾ പണ്ട് തുടങ്ങി ചെറുപ്പം മുതലേ ബാഗ്, കുട, ചെരുപ്പ്, ഈ വക സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് സിറ്റി എന്നാണ്. അത്യാവശ്യം മാളയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കട തന്നെയാണ് സിറ്റി. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ചുഞ്ചുരു ബേബിനെ കൊണ്ട് പോകുന്നത്.
അപ്പോൾ അതാ കട എത്തിയിട്ടുണ്ട്. കട എത്തി നമ്മൾ കയറി. അവിടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ചെരുപ്പുകൾ. കുറേ എന്താ പറയുക വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്താണ് ചെരുപ്പ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഞാനും ചെരുപ്പ് വാങ്ങിച്ചേനെ. ചുഞ്ചുരു ബേബിക്ക് പറ്റിയ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുഞ്ചുരു ബേബിക്കും അതെ കഴിഞ്ഞ ദിവസം തന്നെയാണ് ചെരുപ്പ് വാങ്ങിച്ചത്. ആൾ ചെരുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമല്ലേ വാങ്ങിയത്, ഇനി പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ആൾ കുറേ കോട്ടുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടോ. പക്ഷേ അതിനൊന്നും അധികം ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാൽ പോലും പൊട്ടണ സൈസ് കോട്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കളറൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആളത് ഒന്ന് ഇട്ടൊക്കെ നോക്കി ചുഞ്ചുരു ബേബിക്ക്. പക്ഷേ ഇച്ചിരി ടൈറ്റ് പോലെ ആയിരുന്നു, ഇറക്കം ഉണ്ടായിരുന്നില്ല. മഴ പെയ്യുമ്പോൾ അപ്പോൾ കാലൊക്കെ നനയും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇച്ചിരി കൂടി ഇറക്കമുള്ളതും ഇച്ചിരി ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടാൽ തന്നെ കയറി പോണ പോലത്തെ ടൈപ്പായിരുന്നു. അപ്പം ഞാനത് മേടിച്ചില്ല, എനിക്കത് ഇഷ്ടമായില്ല. കളറൊക്കെ ഇഷ്ടമായി, പക്ഷേ അതെനിക്ക് മൊത്തത്തിൽ അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ വേറെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് വേറെ കോട്ട് സെറ്റ് എടുത്തു തന്നു. അതൊരു നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ നമ്മളത് ചുഞ്ചുരു ബേബിനെ ഇടിച്ച് നോക്കിട്ടോ. അപ്പോൾ അത് കറക്റ്റ് സൈസായിരുന്നു, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. ബ്ലാക്ക് കളറാണെന്നുള്ളൂ, പക്ഷെ അത് ക്വാളിറ്റി വൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അതന്നെ ഫിക്സ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. പിന്നെ ഞാൻ എനിക്കൊരു കോട്ട് നോക്കിട്ടോ. പിന്നെ ഞാൻ ചുഞ്ചുരു ബേബിക്ക് എടുത്ത പോലത്തെ എല്ലാം എടുത്തത്. ഞാൻ അധികം ക്വാളിറ്റി അങ്ങനെ നോക്കില്ല. എൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ചുഞ്ചുരു ബേബിയാണ് നമ്മളെപ്പോഴും സേഫായിട്ട് കൊണ്ടു നടക്കേണ്ടത്. അപ്പം ഞാനപ്പോൾ ഈ ഒരു പർപ്പിൾ കളറാണ് എടുത്തത്. വേറെ കളർ കാണിച്ചു, പക്ഷേ അതിലെന്തോ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തില്ല. അങ്ങനെ അതാ ഞങ്ങൾ കോട്ടൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ചുഞ്ചുരു ബേബിൻ്റെ വാട്ടർ ബോട്ടിലിന് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു, വെള്ളം ലീക്കാവുന്നുണ്ടായിരുന്നു. പുതിയതാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പുതിയൊരു വാട്ടർ ബോട്ടിലും കൂടി മേടിക്കണമായിരുന്നു. അപ്പോൾ കുറേ നോക്കി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു യെല്ലോ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ യെല്ലോ കളർ എടുത്തു. അത് കഴിഞ്ഞ് ബിൽ സെക്ഷനിലേക്ക് വന്നപ്പോൾ ചുഞ്ചുരു ബേബി ഇതാ കുറേ ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ പണ്ടെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് മേടിച്ചിരാന്ന്. നമ്മൾ സ്കൂട്ടിയുമൊക്കെ പോകുമ്പോൾ കണ്ണിൽ പൊടി അടിക്കാണ്ടിരിക്കാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആൾക്കത് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു കണ്ണാടി എടുത്തു. അപ്പോൾ ഞാനത് മേടിച്ചു കൊടുത്തു. പിന്നെ ചുഞ്ചുരു ബേബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. സ്വന്തമായിട്ട് ഇതാ സെലക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അതാ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബില്ല് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ നമ്മളിതാ തിരിച്ച് നമ്മൾ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. നടന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുന്നത്. ഇതിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ കൂടെയാണ് ഡെയിലി വൈകിട്ട് നടന്നു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നവരത്നയിലോട്ട് പോയിട്ടോ. നമുക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. ചുഞ്ചുരുവിന് നട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ മേടിക്കാറ്. അപ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള നട്ട്സൊക്കെ കിട്ടും. റേറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നട്ട്സൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. പിന്നെ അതാ ചുഞ്ചുരു കുറേ ഐസ്ക്രീം കാണിക്കുന്നുണ്ട്, വേണമെന്നുണ്ട്. പക്ഷേ ആൾ ഉദ്ദേശിക്കുന്ന ഐസ്ക്രീം അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമമായിട്ട്, കാരണം കുറച്ച് ദിവസമായി കൊച്ചി ഐസ്ക്രീം പറയണു, പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനം ഇരിക്കുന്നുണ്ടായിരുന്നു, സോനാപ്പപ്പടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു വലിയ ബോക്സിലാക്കിയിട്ട് കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ കോൺ പോലെ ആക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഇട്ടായിരുന്നു. പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ, പക്ഷേ നമ്മളത് എന്താ പറയുക, വായ വയ്ക്കുമ്പോഴത്തേനും അലിഞ്ഞു. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ അതും കൂടി മേടിച്ചായിരുന്നു. അപ്പോൾ നട്ട്സും പിന്നെ അതൊക്കെ മേടിച്ച് നമ്മളത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. തിരിച്ച് നമ്മളിത് ആ വണ്ടി വെച്ചോടത്തേക്ക് വന്നു. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ അതിലാക്കി നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെയാണ് വന്നത്, ജംഗ്ഷനിൽ. നമ്മളെപ്പോഴും അവിടെ തന്നെയാണ് വരാറ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ മിക്ക ദിവസവും ഈ കടയിൽ വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് വരാറുണ്ട്. പിന്നെ അവിടുത്തെ ചേച്ചി ഞാനൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയുന്നതാണ്, നല്ല കമ്പനിയാണ്. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ കടയിൽ. പിന്നെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു എനിക്ക് പയ്യെ എടുത്താൽ മതി, എല്ലാം കൂടി ആ ചേച്ചിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ചേട്ടനുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മളിത് ആപ്പിളും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ചുഞ്ചുരു ബേബിക്ക് ഒട്ടും ഹാപ്പി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല, ഐസ്ക്രീം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ. നമ്മൾ വീട്ടിലൊക്കെ എത്തിട്ടോ. വീട്ടിലെത്തി ചായ കുടിക്കണം. അല്ല ചുഞ്ചുരു, എടാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത്. പിന്നെ ഈ ഒരു സാധനം ഞാൻ മേടിച്ചെന്ന് പറഞ്ഞു, ഇതിൽ ഞങ്ങൾ മദാമപ്പൂടാന്നാണ് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയണേന്ന് പറയണേ. പിന്നെ പല സ്ഥലത്തും സോനാപ്പപ്പടി അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മദാമപ്പൂടാന്ന് പറയാം. പിന്നെ ഞാനും ചുഞ്ചുരു അതൊക്കെ പൊട്ടിച്ച് കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് പുതിയതായി വാങ്ങിച്ച് കോട്ടയൊക്കെ ഇട്ട് കുറച്ച് ഷോ അങ്ങോട്ട് ഇറക്കി. പിന്നെ അതാ ഷോർട്സിന് ഇടാനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതാ അവിടെ എൻ്റെ അമ്മ ഒരു കസേരയിൽ കുറച്ച് തുണികൾ കൊണ്ട് വെച്ചിട്ടുണ്ടായി, അതാണ് ഞാനിപ്പോൾ തന്നെ മാറ്റിയത്. പിന്നെ അതാ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ പാടി. ഇതാണ് കേട്ടോ എൻ്റെ ഷോ. എന്താ പറയുക, റൊട്ടിക്കട അരങ്ങട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു, എന്നെ നോക്കിയെന്ന് തോന്നണം. അപ്പോൾ എനിക്ക് നാണായി. പിന്നെ ചുഞ്ചുരു ബേബിയും ഇട്ട് നോക്കിട്ടോ കോട്ടൊക്കെ. പിന്നെ അതായത് കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടോ. ഇനി മഴയത്ത് കോട്ടിട്ടിട്ടായിരിക്കും കുറച്ച് ദിവസം എൻ്റെ വെല്ലസിൽ എൻ്റെയും ചുഞ്ചുരുവിൻ്റെയും. മഴയത്തിടലും ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ ചൂടാണ്. ഇപ്പം മഴയില്ലാത്ത കാരണം ഭയങ്കര ചൂടാണ്. രാവിലെയൊക്കെ മഴയായിരുന്നു, പക്ഷേ വൈകുന്നേരം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടെടുത്ത് ഇതിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാനത് മാറിക്കളഞ്ഞു. പിന്നെ ചുഞ്ചുരു ബേബി ആഗ്രഹിച്ച ഐസ്ക്രീം വൈകിട്ടായപ്പോൾ അച്ഛനും ചേട്ടനും ചുഞ്ചുരു ബേബിയും പോയിട്ട് തന്നെ മേടിച്ചിട്ട് വന്നു. അപ്പം ചുഞ്ചുരു ബേബി ഹാപ്പി ആട്ടോ, കാരണം
ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐസ്ക്രീമാണ്. പിന്നെ ഞാനൊരു മാംഗോ ലവറൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഐസ്ക്രീം വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ചുഞ്ചുരു ബേബിയുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. പിന്നെ അതാ വൈകുന്നേരം ഇപ്പോൾ വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബായ്.